ആലപ്പുഴ ഹരിപ്പാട് 10 വർഷത്തോളമായി മകനെ കാത്തിരിക്കുന്ന ഒരു അമ്മയുണ്ട്. ഹരിപ്പാട് താമലക്കൽ സ്വദേശിനി രമയുടെ മകൻ രാകേഷിനെ കാണാതായത് 2015 നവംബറിലാണ്. മകൻ്റെ തിരോധാനത്തിൽ പോലീസിന് പരാതി നൽകിയിട്ടും യാതൊരു തുമ്പും കിട്ടിയില്ല. പിന്നീടാണ് മകനെ കൊലപ്പെടുത്തിയതാണെന്ന് ചില സൂചനകൾ അവർക്ക് ലഭിക്കുന്നത്. 10 വർഷത്തിനിപ്പുറം രമ നീതി തേടി നിയമ പോരാട്ടത്തിലാണ്. മകൻ്റെ കൊലയാളികളെ കണ്ടെത്തണം. രാകേഷിനെ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചു മൂടിയതാണെന്ന് ആരോപിച്ച് അമ്മ കോടതിയെ സമീപിച്ചു. ഒടുവിൽ രാകേഷിൻ്റെ തിരോധാന കേസിൽ തുടരന്വേഷണം നടത്താൻ പോലീസിൻ്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ ഹരിപ്പാട് സ്വദേശി കിഷോറിൻ്റെ വീട്ടിൽ നിന്ന് വൻ ആയുധശേഖരം പിടിച്ചെടുത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. മകന്റെ തിരോധാനം കൊലപാതകമാണെന്ന് ആരോപിച്ച് ഹരിപ്പാട് താമല്ലാക്കൽ പുത്തൻ വീട്ടിൽ രമ കോടതിയെ സമീപിച്ചതോടെയാണ് രാകേഷിന്റെ തിരോധാനത്തെക്കുറിച്ച് കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വീണ്ടും അന്വേഷണം ആരംഭിച്ചത്. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി രമ ഹരിപ്പാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു. 2015 നവംബർ 5 രാത്രിയാണ് രാകേഷിനെ കാണാതാകുന്നത്. പിന്നീട് കാണാതായ ഭാഗത്തു നിന്നും രക്തക്കറകളും മുടിയും കണ്ടെത്തിയിരുന്നു. രക്തസാമ്പിൾ പരിശോധിച്ചതിൽ നിന്ന് രാകേഷിന്റേതാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. കുമാരപുരം സ്വദേശികളായ കിഷോർ, ശ്രീകുമാർ, ആദിത്യൻ, താമല്ലാക്കൽ സ്വദേശികളായ ബിജു, ബൈജു, ബിനു എന്നിവർ ചേർന്ന് രാകേഷിനെ കൊലപ്പെടുത്തിയെന്നാണ് ഹർജിയിൽ പറയുന്നത്. ഹർജി പരിശോധിച്ച കോടതി കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വ്യക്തമാക്കുന്ന റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിളിച്ചു വരുത്താൻ ഉത്തരവിടുകയായിരുന്നു. തുടർന്ന് കിഷോറിന്റെ വീട്ടിൽ ഹരിപ്പാട് പോലീസ് നടത്തിയ റെയ്ഡിൽ വിദേശ നിർമ്മിത തോക്ക്, 50 വെടിയുണ്ടകൾ ഉൾപ്പെടെ വൻ ആയുധശേഖരം കണ്ടെത്തി. കിഷോർ ഇപ്പോൾ ഒളിവിലാണ്. പ്രതീക്ഷയുണ്ട്. ഇന്നലെ കിഷോറിന്റെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ ആയുധം അവൻ്റെ ഈ തോക്കുണ്ട്. ഒരു പക്ഷേങ്കിൽ എൻ്റെ മോനെ തോക്കുകൊണ്ട് വെടിവെച്ച് എന്തോ വെട്ടിയാണോ എന്താണെന്ന് ആ ഭാഗം ചിന്തിക്കുമ്പോൾ ആദിത്യൻ മറ്റൊരു കേസിൽ ജയിലിലായിരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളോട് രാകേഷിനെ കൊലപ്പെടുത്തിയ വിവരം പറഞ്ഞതായും വാദിഭാഗം പറയുന്നു. ഇതിൽ ബിനുവും ബൈജുവും നേരത്തെ തന്നെ കാണാതായ രാജേഷുമായി സംഘർഷത്തിലേർപ്പെട്ടവരാണ്. ശ്രീകുമാർ രാജേഷിന്റെ വീടിനടുത്തുള്ള ശ്രീയുടെ വീട്ടിൽ സ്ഥിരമായി വരുന്നത് രാകേഷ് ചോദ്യം ചെയ്തതും വൈരാഗ്യത്തിന് ഇടയാക്കി. കുറ്റാരോപിതരിൽ ഒരാളായ അജേഷിന്റെ ഭാര്യയുമായി രാകേഷിന് അടുത്ത ബന്ധം ഉണ്ടായിരുന്നതും കൊലപാതകത്തിലേക്ക് നയിച്ചെന്നാണ് പ്രോസിക്യൂഷൻ വാദം. കിഷോർ ഉൾപ്പെടെ ഹർജിയിൽ പറയുന്ന എല്ലാവരും സുഹൃത്തുക്കളും അടുത്ത ബന്ധം പുലർത്തുന്നവരുമാണ്. പ്രതികളെ സംരക്ഷിക്കുന്നതാണ് ഞാൻ പറഞ്ഞ രമേശ് ചെന്നിത്തല. പുള്ളിയുടെ ഏറ്റവും അടുത്ത കൈക്കാരാണ് ഇവരെല്ലാം. അന്ന് മുതൽ ഇന്ന് വരെ യാതൊരു തെളിവില്ലാതെ പുള്ളിക്ക് കൊടുത്ത പരാതി എന്താണെന്ന് പോലും പുള്ളി നോക്കിയില്ല. പുള്ളി അപ്പം ഇവർ പണക്കാരാ, ഞാൻ വെറും ഗതികെട്ടവളാ. പുള്ളി അതേപോലെ ആ കേസിനെ എഴുതി തള്ളിയെന്ന് വേണം പറയാൻ. രാഷ്ട്രീയ സമ്മർദ്ദത്തിനു മേൽ ഒതുക്കി തീർത്തുവെന്ന് ആരോപിക്കപ്പെട്ട തിരോധാന കേസാണ് ഒടുവിൽ കൊലപാതകമെന്ന നിഗമനത്തിൽ വീണ്ടും വെളിച്ചം കാണുന്നത്. ന്യൂസ് 18 ആലപ്പുഴ.